ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അക്ഷയ്. ഇത് നമ്മുടെ ബിന്ദു, ഇത് നമ്മുടെ ശിവ് കുറച്ച് ഇടങ്ങേറില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടി ബേക്കറിയുടെ മുമ്പിലാണ് കഴിയും. നമ്മുടെ സ്വന്തം മാംഗോ വന്നിട്ടുള്ള എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മുടെ ബിന്ദുവിന്റെ ബർത്ത്ഡേ ആണ്, December 5. അപ്പൊ ബിന്ദു 27ലേക്ക് കാലെടുത്ത് വെക്കുന്ന എന്താ നോക്കുക ഒരു ദിവസമാണിത്. അപ്പോൾ നമ്മൾ 1/2 കിലോന്റെ ചെറിയൊരു കേക്ക് മേടിക്കാൻ വന്നതാണ്. കാരണം ബിന്ദുവിന് കേക്ക് കഴിക്കാൻ പറ്റില്ല, ബിന്ദു ഡയറ്റിലാണ്. പിന്നെ കേക്ക് എനിക്കും വലിയ ഇഷ്ടമല്ല. കേക്ക് കഴിക്കണ ഒരാളുള്ളവിടെ അത് നമ്മുടെ ശിവാപ്പി. പിന്നെ അച്ഛനും അമ്മയും പിന്നെ നമ്മൾ അധികം ആരും വിളിക്കണമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 27 വയസ്സല്ല കൂടി പോണ കുറയൊന്നല്ലോ. പണ്ട് ചെറുപ്പത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വയസ്സ് കുറച്ച് കൂട്ടി പറയാനോ നോക്കാം. പിള്ളേരെല്ലാം ഇടയിലൊക്കെ വലിയ ആളാവാൻ വേണ്ടിയിട്ട് ഇപ്പൊ കുറച്ച് പറയാനോ നോക്കണേ. അപ്പൊ ശിവുന് ഈ മാസം ലാസ്റ്റ് 4 വയസ്സാവും. അപ്പൊ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് കേൾക്കണ്ടോ എന്ന് ചോദിക്കട്ടെ. ഓക്കെ, ബൈ. ക്രിസ്മസ് കേക്കിന്റെ അഞ്ചുകളി. അങ്ങനെ ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് കഫേ 1AM കേട്ടോ. അപ്പോൾ എനിക്ക് ജലദോഷമാണ് കേട്ടോ. അത് കാരണം സൗണ്ട് ഭയങ്കരമായിട്ട് സീനായിട്ടിരിക്കുകയാണ്. ഭയങ്കര ചുമയുണ്ട്. ചുമ എന്നെ വിട്ട് പോകില്ല. എനിക്ക് പുകയുടെ ഭയങ്കര അലർജിയാണ്. ചന്ദനത്തിരി മറ്റേ ഒരു പുകയും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഈ വക ഐറ്റംസ് ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഡയറ്റാണ്. പിന്നെ മാത്രമല്ല തൈറോയിഡിന് കപ്പ ഈ വക ഐറ്റംസ് ഒന്നും പറ്റില്ല. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, മെയിനായിട്ട് അച്ഛനും അമ്മയ്ക്കും കുട്ടൂനും ശിവനും പറ്റിയ സാധനങ്ങളാണ് മേടിക്കണത് കേട്ടോ. പിന്നെ കേക്ക് നമ്മുടെ അച്ഛനമ്മയുടെയൊക്കെ സന്തോഷത്തിന് നമ്മൾ കട്ട് ചെയ്യണമെന്നുള്ള എനിക്ക് കഴിക്കാൻ പറ്റില്ല, അവർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മളിത് ഫുഡൊക്കെ മേടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റിയുള്ള ഫുഡാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് മേടിക്കാൻ വന്നതാണ്. പിന്നെ അവിടെ നിന്ന് നേരെ എനിക്ക് ചിക്കൻ കറി മേടിക്കാൻ വേണ്ടിയിട്ട് വന്നു. ചപ്പാത്തി മേടിച്ചു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. എന്താണ് കാര്യം? അപ്പൊ അച്ചാച്ചനെയാണോ അമ്മമ്മേനാണ് കൂടുതൽ ഇഷ്ടം? അപ്പൊ അമ്മയ്ക്ക് അച്ഛനും അച്ചാച്ചനും അമ്മമ്മേനെ ഇഷ്ടം. അപ്പൊ എങ്ങനെയുണ്ട്? എല്ലാരും ഇഷ്ടം. തങ്കക്കുടം വെരി നൈസ് വെരി നൈസ് ഡേ വിത്ത് ബ്യൂട്ടിഫുൾ പീപ്പിൾ. എന്താ പറയുന്നത്? ടാറ്റ മാത്രമുള്ളൂ. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മേടിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ കുട്ടൂന് കിഴി ബിരിയാണിയാണ് കേട്ടോ. മറ്റേ ചിക്കൻ എന്തോ വെറൈറ്റി ബിരിയാണിയാണ്. പിന്നെ അത് പാൽ കപ്പ ചിക്കൻ സംഭവം എന്തോ. പിന്നെ കപ്പയും ബീഫാണ് മേടിക്കാറ്. അതിന് ശേഷം 12 മണിയാവാൻ വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ് കേക്ക് മുറിക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കേക്ക്. എനിക്ക് എഴുതിയത് വലിയ ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഏത് ബർത്ത്ഡേക്ക് ആയാലും ശിവുന് കേക്ക് മുറിക്കണം, അത് നിർബന്ധമാണ്. അതിപ്പോൾ എൻ്റെ ആയാലും കുട്ടുവിൻ്റെ ആയാലും ആരുടെ ആയാലും അവളവിടെ ഉണ്ടോ അവൾക്ക് കേക്ക് മുറിക്കണമെന്നും ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ അമ്മ കേക്ക് കഴിച്ചു, അച്ഛൻ കേക്ക് കഴിച്ചു, ശിവും കുട്ടും അധികം കഴിക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കേക്ക് കഴിച്ച് സെറ്റായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ അത് നേരെ പോയി കിടന്നു. 12 മണി കഴിഞ്ഞ് ഞങ്ങളൊരു 1 മണിക്ക് ആവാറായപ്പോൾ ഞങ്ങൾ പോയി കിടന്നു കേട്ടോ. കിടന്നു കഴിഞ്ഞിട്ട് രാവിലെ ആയി. ഡയറ്റ് തുടങ്ങിയതിന് ശേഷം ഞാൻ ഇന്നും നേരത്തെ എണീക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നേരത്തെ എണീക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ അന്ന് തന്നെ പീരീഡ്സ് ആവുകയും ചെയ്തു. വല്ലാത്തൊരു സംഭവമായി. കാരണം ഞാൻ അമ്പലത്തേക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. എനിക്കറിയാം ചിലപ്പോൾ ആവും എന്നുള്ളത്, എന്നാലും ചിലപ്പോൾ പോകാൻ പറ്റിയാലോ എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ ഇറങ്ങിയത്. പക്ഷെ പോകാൻ പറ്റിയില്ല. അപ്പോഴേക്കും അമ്മ അവിടെ നല്ല തിമിടുത്ത് പണികളിലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സുഖം, എനിക്ക് വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ വന്നതിന് ശേഷത്തെ കേക്കൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ശിവന് അംഗനവാടിയിലേക്ക് കൊടുത്തയക്കാൻ. പിന്നെ ഡയറി മിൽക്കാണ് കേട്ടോ ഓരോ കുട്ടികൾക്കും ടീച്ചേഴ്സിനൊക്കെ കൊടുക്കണത്. പിന്നെ കുട്ടു അപ്പോഴേക്കും ഉണ്ണിക്ക് ഇഡ്ഡലി കൊടുത്തു. അപ്പോൾ എനിക്ക് തീരെ വയ്യ, ഭയങ്കര ക്ഷീണമുണ്ട് പീരീഡ്സ് ആയതുകൊണ്ട് തന്നെ. ശിവനെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടു ഇതേ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കഴിഞ്ഞ് ഞാൻ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇതേ ഇപ്പോൾ പോവാൻ നിൽക്കുകയാണ് കേട്ടോ ശിവു. രാവിലെ
കുഴപ്പമില്ല, അവൾക്ക് കുളിക്കാൻ പോകാൻ ഭയങ്കര മടിയാണ്. പക്ഷെ കുളിക്കാൻ ഇഷ്ടമാണ്. അതാണ്, കുളിക്കാൻ ആ ബാത്റൂമിലേക്ക് കയറ്റണ്ടേ, അത് ഭയങ്കര പാടാണ്. അത് കഴിഞ്ഞാൽ കുളിച്ച് കിട്ടി കഴിഞ്ഞാൽ ആൾ സെറ്റായി. പിന്നെ അത് ഞാനാണ് കൊണ്ടാക്കുന്നത്, കാരണം എൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ഞാനായിട്ട് ടീച്ചറിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ടീച്ചറായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ, അടിപൊളിയാണ് ശിവൻ്റെ ടീച്ചേഴ്സൊക്കെ. ബിന്ദുവിൻ്റെ കയ്യിൽ കേക്കും മിഠായിയൊക്കെ ഉണ്ട്. അങ്ങനെ ശിവനെ കൊണ്ടാക്കാൻ പോവാണ്. ശിവനെ കൊണ്ടാക്കി കുറച്ച് നേരം ഞാൻ ടീച്ചേഴ്സൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിട്ട് ഇരിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഉച്ചത്തെ ഫുഡ് കേട്ടോ. ഒരു ഡിസംബർ രാത്രി 5-ാം തീയതി ബിന്ദു ജനിച്ചു. എന്തൊക്കെ കേൾക്കണം. ഡിസംബർ മാസത്തിന് പല പല പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം ഡിസംബർ ആണ്. പിന്നെ വെച്ചാൽ ക്രിസ്മസ് ആണ്, നമ്മുടെ ന്യൂ ഇയർ ആണ്. മാത്രല്ല ബിന്ദുവിന്റെ ബർത്ത്ഡേ ആണ്, എന്റെ ശിവുവിന്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ പല പല പ്രത്യേകതകളാണ് നമ്മുടെ ഡിസംബറിനുള്ളത് ഗൈസ്. ഞാൻ വെയില് കാരണമാണ് കണ്ണട വെച്ചിട്ടുള്ളത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ യാത്ര എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ തൃശ്ശൂർ ഇറ്റർനെറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അമ്മയുടെ കണ്ണട മേടിക്കുന്നു, വീട്ടിലേക്ക് വരുന്നില്ല. ബിന്ദുവിനൊരു ഡ്രസ്സ് മേടിക്കുന്നു. ബർത്ത്ഡേക്ക് എങ്ങനെ ഞങ്ങളങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആൾക്കാരൊന്നല്ല കേട്ടാ. എനിക്ക് വലിയ തീരെ താല്പര്യമൊന്നുമില്ലേ ബർത്ത്ഡേ ആഘോഷിക്കാൻ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വയസ്സ് കൂടിയോണ്ടിരിക്കല്ലേ, കുറഞ്ഞോണ്ടിരിക്കല്ലോ. കൂടുന്ന കാര്യം നമ്മളിങ്ങനെ ആഘോഷിക്കണം. ശിവു എന്ന് പറയുമ്പോ രണ്ടൊക്കെ കടന്നിട്ടില്ലേ, 1, 2, 3, 4. പക്ഷേ ഗൈസ് ഇന്നലെ എന്റെ ബർത്ത്ഡേ നല്ല രീതിക്ക് ആഘോഷിച്ചു. അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി ആഘോഷിച്ചു. അപ്പൊ ബ്ലോഗ് മുഴുവനായിട്ട് കാണണേ. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗാണെന്ന്. പിന്നെ നമ്മൾ ഡ്രസ് എടുക്കാൻ പോണത് അമലയിലേക്കാണോ, സ്റ്റുഡിയോയിലേക്ക് പോയാൽ മതിയാ? സ്റ്റുഡിയോയില് പോയിട്ട് ഇട്ടിട്ടെന്ന് പറയും ഈശ്വര, യൂണിഫോം ഇട്ട മാതിരി ഞാൻ ഇട്ട സാധനം വേറെ ആളിട്ടത് അങ്ങനെ പോണ്ടാവും. അത് കാരണം ഞാൻ നിർത്തി. എന്താ പറയാ, നല്ല 899 എടുക്കാറ്, പക്ഷെ വലിയ ക്വാളിറ്റി ഒന്നും എനിക്ക് തോന്നാറില്ല. തെരച്ച പോലെയോ. അത് കാരണം എല്ലാതല്ല കേട്ടോ, ചിലത് മാത്രം. അങ്ങനത്തെ കുട്ടികളുടെ ടീഷർട്ടൊക്കെ 199 ഒക്കെ ഇട്ടതും അതുപോലെ ട്രൗസറൊക്കെ പെട്ടെന്ന് നരച്ച പോലെ കേൾക്കണ്ട കേട്ടോ. അപ്പൊ അതാണ് അവസ്ഥ. അപ്പൊ ഞാൻ എപ്പോഴും പോകുന്നത് അമലിലുള്ള വീഡിയോ ഡിസൈൻസിലേക്കാണ്. കേരളത്തിലെ റോഡുകളൊക്കെ നന്നാക്കണം കേട്ടോ. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ റോഡൊന്ന് നന്നാക്കണം പ്ലീസ്. എന്റെ വണ്ടി കണ്ട അടിന്നൊക്കെ പല പല സൗണ്ടുകളൊക്കെ വന്നു തുടങ്ങി. കറക്റ്റ് സ്പോട്ട് ഞാൻ പറയാം. നമ്മുടെ കൊള്ളന്നൂര് മോക്ഷാലയത്തിന്റെ അവിടെ നിന്ന് അമ്പലം കഴിയണവരെ അടിപൊളി റോഡാട്ടാ. അപ്പൊ നമുക്ക് പോയിട്ട് എന്തൊക്കെ എടുക്കണെന്നുള്ളതൊക്കെ ഒന്ന് കാണിക്കാട്ടോ. പഞ്ചായത്ത് പ്രസിഡന്റിനോട് കണ്ട് കാര്യമില്ലല്ലേ ഇതൊന്നും. ഷോപ്പിലത്തെ എന്താ പറയാ ഡ്രസ്സുകളും കളക്ഷൻസും ഒക്കെ ഒന്ന് കാണിച്ചു തരാം എന്തായാലും. അവർക്ക് പേജും ഉണ്ട് കേട്ടോ, വീഡിയോ ഡിസൈൻസ് കൊണ്ട് ഒരു പേജ് ഒക്കെ ഇട്ട്. ഓക്കെ ഗൈസ്, ഇത് പ്രൊമോഷൻ ഒന്നും അല്ലാട്ടാ, പൈസ കൊടുത്തിട്ടാണ് സാധനങ്ങളൊക്കെ. അതെ, പ്രൊമോഷൻ നല്ലത് കണ്ടാ നല്ലത് നമ്മൾ പറയണം. അങ്ങനെ നമ്മളിത് അമ്മയുടെ കണ്ണട മേടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിം നോക്കി എടുത്തോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അമ്മയ്ക്ക് വിട്ടു കൊടുത്തതാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിം നോക്കി എടുത്തു. അപ്പോൾ കുട്ടൂന് പറ്റില്ല, അയ്യോ നല്ല പവർ ഉണ്ടല്ലോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ അമ്മയോട് ഞാൻ എപ്പോഴും പറയണതാണ്, ബോക്സിൽ എപ്പോഴും കണ്ണട വെച്ച് സൂക്ഷിക്കണമെന്ന്. അത് ഇച്ചിരി കുറവാണ്. പിന്നെ ഒന്നാമത് അമ്മയുടെ പവർ കുറച്ച് ഇതായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഗ്ലാസ് എന്തായാലും മാറ്റാമെന്ന് വിചാരിച്ചു. നേരെ അവിടെ നിന്ന് നമ്മൾ പോവാണ് കേട്ടോ. എടാ തല ചൊറിഞ്ഞിരിക്കുക. തല ചൊറിയണമെന്നല്ല കേട്ടോ, അത് മുടി സെറ്റാക്കണേക്കാളും മുമ്പുള്ളൊരു സംഭവമാണിത്. ഉറങ്ങിട്ടോ മേലാക്ക ഇനി കുളിച്ചിട്ട് ഇറങ്ങണേ. നീ കുളിച്ചോ? തല കുളിക്കണം. ഇല്ലല്ലോ, ഇനി വണ്ടി എടുത്തോ സുഖമായിട്ട്. ഇത് ഇങ്ങനെ കേട്ടാ, ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ തരില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞാൻ 5 മിനിറ്റ് കൊടുക്കുമ്പോൾ മുഖം വല്ല കുഴപ്പമുണ്ടോ? മുഖത്ത് നീലിരിക്കണ്ട. മുടി ഒക്കെയാണോ? മുടി സീനുണ്ട്. ഞാൻ പോലും ഇങ്ങനെ ചോദിക്കാറില്ല. വേണ്ട ഈ ഒരു റൈഡില് കയറിയ പോലെ ശിവന്റെ പൂച്ചക്കുട്ടികളിരിക്കുന്ന ഇത് മിണ്ട
ഇനി ചോദിക്കല്ലേട്ടത്. ഇപ്പൊ ഇവൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ സ്റ്റുഡിയോയിലേക്ക് ഒന്ന് കയറണം, എനിക്ക് എന്തൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന്. വണ്ടി പാർക്കിങ്ങില് ഡ്രസ്സ്, ഫുഡ്, ഇതാണ് ഞങ്ങളുടെ മെയിൻ സംഭവം കേട്ടോ. അപ്പോൾ ഇതേ കുട്ടൂന് ഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ശിവുവിനൊക്കെ നോക്കാൻ പോയിട്ട് പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോന്നാണ് അമ്മയ്ക്ക് ഒരു ചെരുപ്പ് നോക്കി വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തു. കുട്ടൂൻ്റെ അമ്മയ്ക്കാണ് കേട്ടോ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് 2 നെയിൽ പോളിഷ് എടുത്തു കേട്ടോ. അങ്ങനത്തെ നേരെ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. $2500 വല്ല കാര്യം ഉണ്ടോ? അല്ല എനിക്ക് വേണ്ടിട്ടല്ല കേട്ടോ. 2 വാഷ് ചെയ്ത നാശവും പിന്നെ നമ്മള് നോക്കി എടുക്കണം. നോക്കി എടുത്തു. 3 വട്ടം കഴുകിയ നാശവും. കാരണം 2 വട്ടം സ്റ്റുഡിയോയില് കേറില്ല എന്ന് പറഞ്ഞ് പോയത്. എന്നിട്ട് സ്റ്റുഡിയോയില് കേറിയിട്ട് ഇവനൊരു ടീഷർട്ട്, ശിവുവിന് ഒരു 2 പാൻസ് എടുത്തു, 2 ടീഷർട്ട് എടുത്തു. അമ്മയ്ക്ക്, കുട്ടുവിന്റെ അമ്മയ്ക്ക് ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് ക്ലിപ്പുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് 2 അമ്മയ്ക്ക് കണ്ണട മേടിക്കുന്നു, ബിന്ദുവിന്റെ ഡ്രസ് എടുക്കണം, വീട്ടിലേക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് എന്തിന്റെ കേടായിരുന്നു അല്ലേ? നമ്മളിപ്പോ എവിടെയെന്ന് പറയും? നമ്മളിപ്പോ അമ്മലയിലാണ്ടാ. ആ കാണുന്നതാണ് അമ്മല ഹോസ്പിറ്റല്. ഈ കാണുന്നതാണ് നമ്മുടെ സ്വന്തം കൃഷ്ണ ബാർ. അത് കഴിഞ്ഞാൽ നമ്മുടെ വീഡി ഡിസൈൻസ് വെലങ്ങൻ കുന്നിലേക്കൊക്കെ കേറില്ലേ, അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ ലെഫ്റ്റ് സൈഡില് റെഡ് ഇല്ലേ അവിടെ കിടക്കുന്നുണ്ട്. റെഡ് അതിലൊക്കെ നല്ല പൈസ. 1,800 ഞാൻ എടുത്തിട്ടത് ചീരകുഴി പൂരത്തിന്. അപ്പൊ ഗൈസ് നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഞാൻ മിക്കപ്പോഴും വരുന്നൊരു ഷോപ്പാണ് വീഡി ഡിസൈൻസ്. ഇതിൽ ഇവർ മെയിനായിട്ട് കുർത്തികളാണ് കേട്ടോ. പിന്നെ കുറച്ച് ധാവണി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ധാവണിയുടെ ട്രഡീഷണൽ വെയർ ഉണ്ട്. പിന്നെ നമുക്ക് കുർത്തികൾ ഒരുപാടുണ്ട് കേട്ടോ അവിടെ. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുർത്തികളാണ്. പിന്നെ എന്താ പറയുക, ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുർത്തികളുണ്ട്, പിന്നെ ഷർട്ട്സുകളുണ്ട്, അങ്ങനെ ടീഷർട്ട്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോകുന്നത് വീട്ടിലേക്ക് പോയി. അതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വീണ്ടും പോകണമായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങളിത് സ്റ്റാർ മേടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. സ്റ്റാർ മേടിക്കാമെന്ന് വിചാരിച്ചു വീട്ടിലേക്ക്. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു സന്തോഷം. അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ സെലക്ട് ചെയ്തത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വേറെ സ്റ്റാർ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട് അതെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് അച്ചാച്ചനും മോളും കൂടി വീട്ടിൽ ഭയങ്കര പടം വരെയാണ് കേട്ടോ. സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് ചുമ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ശിവു പറഞ്ഞു ഞാൻ അച്ചാച്ചൻ്റെ അടുത്തൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, അച്ചാച്ചൻ്റെ അടുത്ത് എടുക്കണം. ഇതിന് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അടുത്തില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിനെ ചിലപ്പോൾ വിളിച്ച് കൊണ്ടുപോകും. പക്ഷേ അച്ഛൻ പറയും വേണ്ട അവിടെ കിടന്നോട്ടേന്ന്. പക്ഷേ എനിക്കും കുട്ടീനെ എങ്ങനെയാ വെച്ചാൽ അത് ഞങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല ശിവാപ്പി. അപ്പോൾ ഞങ്ങൾ രണ്ടാളത്തെ റൂമിൽ വന്നിട്ട് കിടക്കണം. കുട്ടു കിടന്നുറങ്ങാനുള്ള ഭയങ്കര എന്താ പറയുക തയ്യാറെടുപ്പാണ്. പക്ഷെ ഞാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് അതിന് സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. Weird.